Mr. Karna, what is my kingdom saying? യജമാനെ, ഈ ദൈവഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളെ പോലെ കോൺവെന്റിലൊന്നും പഠിച്ചിട്ടില്ല. മരത്തിന്റെ അടിയിൽ ഇരുന്നാ പഠിച്ച്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് യജമാനൻ എന്ത് പറയും, ജനങ്ങൾ എന്ത് പറയും എനിക്ക് പറയാൻ പറ്റും. ഭരണം പോലെയല്ല എല്ലാം ഉണ്ടാവാ. യജമാനൻ എന്ത് പറയുന്നു അതല്ലേ ജനങ്ങൾ സ്വീകരിക്ക. അത്രയേ ഉള്ളൂ. കൊടുത്ത് ജീവിക്ക യജമാനെ. ജീവിക്കാൻ പഠിച്ചവനാടാ നീ. അങ്ങയുടെ കടാക്ഷം കൊണ്ട്. എന്താടാ, എന്ത് പറ്റി? എന്തിനാടാ വണ്ടി നിർത്തിയേ? യജമാനെ, വഴിയിൽ മരം വീണ് കിടക്കുന്നു. പൊന്നോ കഴിവറുടെ മക്കള്, ധൈര്യമുണ്ട് വെളിവാടാ. എന്റെ മുന്നിൽ മരം വെട്ടിയിടാൻ ധൈര്യമുണ്ടോടാ? വീരുക്കളെ, അയ്യോ എന്റെ അമ്മോ, ഇന്ന് ഭീമറാവിന്റെ കഥ ഇവര് കഴിക്കും. ഇനി ഭുജങ്കറാവിന്റെ അടുത്ത് ശരണം പ്രാപിക്കാം. ഇനി ഇയാൾ എനിക്ക് ഒരു പരിചയമില്ല. ഇയാളൊരു മനുഷ്യനല്ല, ഇയാൾ സിംഹത്തെ പോലെയാണ്. ഇപ്പൊ നമ്മുടെ കൈ നിങ്ങാൻ ഇയാൾ രക്ഷപ്പെട്ടാൽ പിന്നെ ഇയാളെ കൈ ഉണ്ടായിരിക്കും നമ്മൾ അവസാനം. അതുകൊണ്ട് ഇയാളെ വിടാതെ മുറുക്കെ പിടിച്ചോണം, ഒറ്റയാടിക്ക് കൊല്ലണം. മീരാബായ്, അയ്യോ ഇതെന്താ പറ്റിയത്? ചോര വരുന്നുണ്ടല്ലോ. വരാൻ കുറച്ച് വൈകിയില്ലേ? ഈ സമയത്ത് നീ വെള്ള വസ്ത്രം ധരിക്കേണ്ടതായിരുന്നടി കഴുത. ഒരു കണക്കിന് എന്നാലും നീ ചാകില്ലല്ലേ? നിന്റെ ജന്മം തന്നെ ശാപമാ. ഭാര്യയോട് പോലും സ്നേഹമില്ലല്ലേ? വാ. നമസ്കാരം മഹാറാണി. മോന്റെ പേരെന്താ? മല്ലേഷ്. മല്ലേഷ്, കേറി വാ. വയറ് നിറയെ ആഹാരം കഴിക്കാം. വളരെ സന്തോഷം. വാ. എണ്ണം കേട്ടവളെ, നിനക്കൊരു വിവരമില്ലേ? അവര് താഴെ ഇരുത്തി ഭക്ഷണം കൊടുക്കടി. ശരി ശരി, അങ്ങനെ തന്നെ ചെയ്യാം. രാജാവ് ഇരിക്കേണ്ട ഇടത്താഴോടി അവനെ ഇരുത്തുന്നേ. മഹാറാണി, കുറച്ച് ഭക്ഷണം കൂടെ തരൂ, നല്ല വിശക്കുന്നു. ദാ നോക്ക്, ഇവന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. നീ ചെന്ന് അടുപ്പ് കത്തിക്ക്. ആയിക്കോട്ടെ. വേഗം ആവട്ടെ. മാറണി. അയ്യോ വേണ്ട, കൊച്ചുകുട്ടിയാ. ഒരു മനുഷ്യൻ ഇത്രയും ഭക്ഷണം കഴിച്ചാലേ അവൻ ബലവാനെന്ന് പറയൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ കഴിക്കുന്നവരെ എന്തുവാണോ വിളിക്കണ്ടേ? അറിയില്ല രാജാവേ. ഞാനും നിന്നെ പോലെയാടാ ഭക്ഷണം കഴിക്കണേ. അങ്ങനെ കഴിക്കുന്നവരെ പരാക്രമി ബലശാലി എന്നാണ് പറയാ. ഒരാന വന്ന് ചുവരിലടിച്ച എന്ത് സംഭവിക്കും? തകർന്നു പോകും. അതെങ്ങനെയാടാ? അറിയില്ല രാജാവേ. അറിയില്ലെങ്കിൽ ഇതേ കണ്ടോ. എടാ മല്ലേഷ്, ഈ കണക്കിന് മനുഷ്യനെ ഇടിച്ച എന്താവും? അറിയില്ല രാജാവേ. എന്ത് സംഭവിക്കടാ? എന്ത് സംഭവിക്കും? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എനിക്കറിയില്ല. എന്ത് സംഭവിക്കും? ഇടിച്ചാൽ
ഞാൻ ഇടിച്ച ഇടിയില് ശരീരം ചിഹ്നം ഭിന്നമായി ചോരപ്പുഴ ഒഴുകണം. അതെങ്ങനെയാന്നറിയോ? ഭുജങ്കറാവ് വായിച്ച ആളാണെന്ന് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? ആ ഭുജങ്കറാവിനെ എങ്ങനെയാടാ കൊല്ലേണ്ടത്? അവനെ കുത്തി കുത്തി കൊല്ലണം രാജാവേ. എന്താടാ പകയന്റേതാണേലും അതിന്റെ വാശി നിന്നിലാണല്ലോ. ഭക്ഷണം തന്നില്ലേ രാജാവേ? നീ ആള് കൊള്ളാലോടാ. ഒരു നായേക്കാൾ കൂറുണ്ടല്ലോടാ നിനക്ക്. നീ കൂടെ വേണം, എന്റെ കൂടെ തന്നെ വേണം, എന്നേക്കുമായി എന്റെ കൂടെ വേണം. രാജാവേ അവനെ ഇപ്പൊ തന്നെ കൊന്നേക്ക രാജാവേ. എന്നെ പോലൊരു ബലവാന് എപ്പോഴും ഒരു എതിരാളി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ദുർബലനായി പോവും. പക്ഷെ അവനെ കൊല്ലാനുള്ള ശരിയായ സമയം വരും. മനസ്സിലായോ? മനസ്സിലായി രാജാവേ. എടാ കിളവാ, നീ വിഷം കഴിക്കും. നമസ്കാരം മുന്നേ. നമസ്കാരം മുന്നേ. നമസ്കാരം മുന്നേ. നവവധുവിന് കൊട്ടാരത്തിലേക്ക് ഇറങ്ങാം. പുറത്തേക്ക് വാ. ഇതാണ് നമ്മുടെ കൊട്ടാരം. എന്ത് പറ്റിയടി? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞൊരുത്തിയില്ലേ, എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് അവളെ വരാൻ പറയൂ. എനിക്ക് ആർത്തി എടുക്കാൻ പറ, എന്നാലേ ഞാൻ ഈ വീട്ടിൽ വരൂ. അങ്ങനെ വരട്ടടി. മഹാറാണി ആയാൽ ഇങ്ങനെ വേണം. യഥാർത്ഥ മഹാറാണി നീയാടി. അവള് വരും. ഏയ് മീരാബായ്, എന്റെ ആദ്യ ഭാര്യയെ, നിനക്കൊരു അനിയത്തി വന്നിരിക്കുന്നു. സ്വന്തം അനിയത്തി അല്ല, എന്റെ ജീവിതം പങ്കുവെക്കാൻ വന്നവളാ. ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വാ നിന്റെ അനിയത്തിയെ. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? തെറ്റോ? എന്ത് തെറ്റാടി? തെറ്റേത് ശരിയേതെന്ന് എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ മുതുമുത്തശ്ശന് 12 ഭാര്യമാർ, മുത്തശ്ശന് 8 ഭാര്യമാരുണ്ടായിരുന്നു. എന്തിനാ അധികം പറയണ്ടേ? നിന്റെ അച്ഛനില്ലായിരുന്നു 5 ഭാര്യമാർ. പക്ഷെ എനിക്ക് 2 ഉള്ളൂ. അത്രയെങ്കിലും ഞാൻ ചെയ്തുകൂടെ? ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല. എന്നെ സമ്മതിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ രുദ്രങ്കിലെ ജനങ്ങൾ എങ്ങനെ സമ്മതിപ്പിക്കും? പുറത്തേക്ക് വന്ന് ജനങ്ങളോട് പറ, നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല, നീ ഒരു മച്ചിയാണെന്ന്. ഞാനിപ്പോ 3 മാസം ഗർഭിണിയാ. നിനക്ക് 3 മാസമാണോ 30 മാസമാണോ എന്ന് ആരും ഇവിടെ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. വെളിയിൽ വന്ന് ജനങ്ങളോട് പറ സമ്മതമാണെന്ന്. അല്ലാതെ എനിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭീംറാവിനെ എന്നെ കൊണ്ട് പുറത്തേക്ക് എടുപ്പിക്കരുത്. മനസ്സിലായോ? രുദ്രങ്കിലെ ജനങ്ങൾക്ക് നമസ്കാരം. രാജാവിന് തലമുറയില്ലെങ്കിൽ രുദ്രങ്കിലെ തലമുറയും ഇല്ലാതാകും. മറ്റൊരു രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്റെ സമ്മതത്തോടെ മറ്റൊരു വിവാഹവും നടന്നിരിക്കുന്നു. ഇതിൽ രാജാവിന്റെ യാതൊരു തെറ്റുമില്ല. ഏയ് ജ്വാലാബായ്, എന്റെ ആദ്യ ഭാര്യ നിനക്ക് ആരതി ഒഴിയാൻ വന്നിരിക്കുന്നു. പുറത്തേക്ക് വാ. ഇനി എന്താ വേണ്ടേ? ഞാൻ എന്റെ കാല് താഴെ വെച്ചാൽ ഈ ചെരുപ്പിൽ മണ്ണാവും. ഏയ് തമ്പുരാനെ, അപ്പൊ ഈ കാലിനോ? കേട്ടില്ലേ?